നമസ്കാരം കൂട്ടുകാരെ, നമുക്കിന്ന് വഴുതനങ്ങ കൊണ്ടൊരു ഐറ്റം ഉണ്ടാക്കാൻ ബൈഗൺ മസാലയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. അപ്പോൾ നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. ബൈഗൺ മസാല ഉണ്ടാക്കുന്നതിന് ഞാൻ 5 ബ്രിഞ്ചാൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ വഴുതനങ്ങ, കത്രിക്ക എന്നൊക്കെ പറയും. നമുക്ക് വഴുതനങ്ങ ഒന്ന് പൊളന്ന് കൊടുക്കാം. നമ്മുടെ വീഡിയോയിൽ കാണുന്ന കൂട്ടൊന്ന് പൊളന്ന് കൊടുക്കുക. അതൊരു 3/4 ഭാഗം വരെ പൊളന്നാൽ മതി. പൂർണ്ണമായിട്ട് നമ്മൾ അത് കീറി കൊടുക്കേണ്ട ആവശ്യമില്ല. അന്നേരം നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഇത് വിട്ടുപോകാനുള്ള ചാൻസ് ഉണ്ട്. അതേകൂട്ട് തന്നെ ഈ കത്രിക്കയുടെ തണ്ട് കളയേണ്ട ആവശ്യമില്ല. നമ്മൾ ഇതേകൂട്ടൊന്ന് പൊളന്ന് കൊടുക്കുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വഴുതനങ്ങയൊക്കെ പെട്ടെന്ന് പുഴു കയറുന്നൊരു സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കീടാണു ഉണ്ടോ എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ കാര്യം, ഇത് മസാല ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മസാലയെല്ലാം ഇതിൻ്റെ ഉള്ളിൽ ചെല്ലും. അപ്പോൾ നമുക്കത് കഴിക്കാനായിട്ടും നല്ലൊരു സ്വാദ് കിട്ടുന്നതാണ്. അതുകൊണ്ടാണ് ഇതിങ്ങനെ കീറി കൊടുക്കുന്നത്. ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ പേസ്റ്റാക്കി ഇടുക. ഒരു 6 വറ്റൽമുളക്, ഒരു ചെറിയ കപ്പ് കപ്പലണ്ടി, 1.5 ടേബിൾ സ്പൂൺ മല്ലി, 1 ടീസ്പൂൺ പെരിഞ്ചീരകം, 1.5 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ ജീരകം. ഇത്രയും നമുക്കൊന്ന് വറുത്തെടുക്കാം. കുറച്ച് കപ്പലണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു 1 മിനിറ്റ് ഇതിനകത്തിട്ടൊന്ന് വറക്കാം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്നതിൽ ആദ്യമേ കപ്പലണ്ടി ഇട്ട് കൊടുത്തു. കപ്പലണ്ടി ഒരു 1 മിനിറ്റ് വറുത്തതിന് ശേഷം നമ്മൾ കൊല്ലമുളക്, കുരുമുളക്, പെരിഞ്ചീരകം, ജീരകം, മല്ലി ഇത്രയും സാധനം ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഉണക്കത്തേങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണക്കത്തേങ്ങ ഇട്ട് കൊടുക്കുക. അരമുറി തേങ്ങയുടെ 3/4 ഭാഗം മതി. തേങ്ങ ഇട്ട് കൊടുത്ത് ലോ ഹീറ്റിൽ ഒരു 2 മിനിറ്റ് ഇതിനകത്തിട്ടൊന്ന് വറക്കാം. ഇതിൻ്റെ നിറമൊന്നും മാറാനായിട്ട് നിൽക്കേണ്ട. ചെറുതായിട്ടൊന്ന് മാറുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പാകം. അപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ തവി എടുക്കാണ്ട് തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നിറം മാറും. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിൽ അടിച്ച് എടുക്കാവുന്നതാണ്. നല്ല പേസ്റ്റ് രൂപേണ നമുക്ക് അടിച്ചെടുക്കണം. കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിൻ്റെ അകത്ത് മസ്റ്റാർഡ് ഓയിൽ, സൺഫ്ലവർ ഓയിൽ ഏത് വെള്ളം ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒരു കാരണവശാലും ചേർത്ത് കൊടുക്കരുത്. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ അകത്തേക്ക് വഴുതന ഗ്യാസിൻ്റെ ഫ്ലെയിം മീഡിയം ടു ഹൈയിൽ വെക്കുക. നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കോരി മാറ്റാം. ഇനി നമുക്ക് ഇതേ എണ്ണയിലേക്ക് തന്നെ കുറച്ച് നല്ല ജീരകം ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കാം. ഇതിനകത്തേക്ക് കറുകപ്പട്ട ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം കറുകപ്പട്ട, ഒരു 4 ഗ്രാമ്പു. അപ്പോൾ നമ്മളിതിനകത്തേക്ക് 1/2 ടീസ്പൂൺ ജീരകവും ഒരു ചെറിയ കഷ്ണം കറുകപ്പട്ടയും ഒരു 4 ഗ്രാമ്പു ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് സവാള ഇട്ട് കൊടുക്കാം.
ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ ചൂടാക്കിയ തേങ്ങയും കപ്പലണ്ടിയൊക്കെയാണ്. ഇതിപ്പോൾ ഇതേപോലെ നരങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്ത് ഇച്ചിരി വെള്ളം കൂടെ കൂട്ടി അരയ്ക്കാവുന്നതാണ്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി. ഇനി ഇതിൻ്റെ അകത്തേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം മൂടി വെക്കാം. നമുക്കൊരു 3 to 4 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് നേരത്തെ മിക്സിയിൽ അടിച്ച് ആ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ആ മിക്സി കഴുകിയ വെള്ളം കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഒരു 2 മിനിറ്റ് ഇതേകൂട്ടൊന്ന് വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കുക. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഓൾറെഡി ആദ്യമേ ആ വഴുതനങ്ങ വറക്കാൻ നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ ചേർത്ത് കൊടുക്കാണ്ടിരുന്നത്. ഇപ്പോൾ ഉപ്പ് പോരായ്മ ഉണ്ടെന്ന് നോക്കി, അപ്പോൾ ബാക്കി ഉപ്പ് ചേർത്ത് കൊടുത്താണ്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മസാല ഒന്ന് ലൂസ് ചെയ്യുക. മൂടി വെച്ച് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറക്കാം. അപ്പോഴത്തേക്ക് നല്ലപോലെ ഒന്ന് തിളയ്ക്കും. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ബ്രിഞ്ചാൾ ഇട്ട് കൊടുക്കാം. ബ്രിഞ്ചാൾ മസാലയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുള്ളിലൊക്കെ ആ മസാല നന്നായിട്ടൊന്ന് കയറട്ടെ. ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഇതിങ്ങനെ കുക്കാവട്ടെ. നമുക്ക് ഇതിനകത്തേക്ക് ഇച്ചിരി ഗീ ചേർത്ത് കൊടുക്കാം. ഗീ ചേർക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ്, അതുകൊണ്ടാണ് ഗീ ചേർക്കുന്നത്. ഇനി ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബൈഗൺ മസാല റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് എന്നിവ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.